വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല്. അടുത്തത് ഇവൻ തന്നെ. ആ പദം കണ്ടോ? ഇവൻ തന്നെ. പത്രോസ് പറയുക, ഇവൻ തന്നെ. ആരെയാ? യേശു. എഫേസ്യർ 2:20 വായിച്ച മോളെ. ഇവൻ തന്നെ. എഫേസ്യർ 2:20 പൗലോസ് പറയുകയാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായി ആയിരിക്കെ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കുമ്പോൾ നിങ്ങളെ അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? അപ്പൊ നമ്മളെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പണിതിട്ടുണ്ട്. രാമൻ പറഞ്ഞേ, നമ്മളെ ചുമ്മാ എടുത്ത് വെച്ചേക്കുമല്ല. ആണോ? മൂലക്കല്ലിനോട് ചേർത്ത് വെക്കുന്ന കല്ല് ചുമ്മാ വരിയിടുവാണോ? അല്ല. എന്ത് ചെയ്യുന്നറിയാം? അതിന്റെ കോണ് വെട്ടി, അതിന്റെ മുഴപ്പ് വെട്ടി, അങ്ങനല്ല ജയ്, അതിന്റെ കോണ് വെട്ടും. ഒരു കല്ല് കിട്ടിയ ചുമ്മാ എടുത്തങ്ങ് എന്ത് ചെയ്യത്തില്ല? വെക്കത്തില്ല. അത് ദൈവസന്നിധി ഒരാൾ വന്നാൽ ആ വ്യക്തിയെ പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല? ആമേൻ എടുത്തങ്ങോട്ട് വെക്കുകയല്ല. കോണ് വെട്ടണം, ആമേൻ ശുദ്ധീകരിക്കണം, കഴുകണം, രൂപാന്തരപ്പെടുത്തണം. അതിന്റെ ഭാഗമായ ഒരു കല്ലാക്കി അതിനെടുക്കണം. ഈ ഭാഗമായ ഒരു കല്ലാക്കി എടുത്തിട്ടാണ് അവനെ ദൈവസഭയ്ക്കകത്ത് കൊണ്ട് ഉറപ്പിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ആദ്യകാലങ്ങളിൽ സഭയിൽ അങ്ങനെ ആയിരുന്നു. അവൻ ഇന്നിപ്പോ നമ്മുടെ സഭയിൽ നിന്ന് ആരും വരാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും രണ്ടുപേരെ കിട്ടിയാൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക? ആ അഡ്ജസ്റ്റ്മെന്റ് നാളെ തലവനായിട്ട് മാറുന്നേ. പക്ഷെ പണ്ടങ്ങനല്ല. പണ്ട് കോണ് വെട്ടും. ഇന്ന് പകൽ ആത്മാവി ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവം ചില കോണുകളും മുഴപ്പുകളും വെട്ടുമ്പോൾ ഭാരപ്പെടരുത്, നിന്നെ ചേർത്ത് വെക്കാനാ. ഹലോ, ഈ കോണ് വെട്ടുമ്പോഴും മുഴപ്പ് വെട്ടുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഇച്ചിരി വേദനയുള്ള കാര്യമാ. ആമേൻ. അത് കൈകൊണ്ട് തിരുമ്മിയല്ല കോണ് വെട്ടുന്നേ. കൈകൊണ്ട് തിരുമ്മി തൂത്ത് ഒന്ന് പറഞ്ഞ് ഊതിയല്ല അതിന്റെ മുഴപ്പ് വെട്ടുന്നേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ആമേൻ. അതിനെ നന്നായിട്ട് ചുറ്റിയേക്ക് പിടിച്ച, ഹല്ലേലൂയ, ചുറ്റിയേക്ക് പിടിച്ച് കോണും അതിന്റെ മുഴപ്പും തീർത്തിട്ട് ഈ കല്ല് അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഈ മുഴപ്പിനോട് ചേർന്ന് ഈ കല്ലിന് മൂലക്കല്ലിനോട് ഒതുക്കി നിർത്താൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരും. എന്തൊരു? ആ കരണ്ടി വെച്ച് വെട്ടും. അങ്ങനെ സൂക്ഷ്മമായി വെട്ടിയിട്ട് ഓട്ടിച്ച് വെച്ചിട്ടാ ഒരു വീട്, ഒരു കല്ലിനോട് ചേർത്ത് വെക്കുന്നേ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവി പറയാ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെ ദൈവം ചെത്തി ഒരുക്കി ചേർത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ഒന്ന് വായിച്ചേ. ക്രിസ്തു യേശു തന്നെ. അപ്പൊ ഇവിടെ തള്ളിക്കളഞ്ഞ കല്ല് ഏതാണ്? ക്രിസ്തു യേശുവാണ്. അടുത്തത്, നിങ്ങളെ എങ്ങനെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്? അപ്പോസ്തോലന്മാരായും പ്രവാചകന്മാരായും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? പ്രിയരെ, ഈ പ്രവാചക ശുശ്രൂഷയും അപ്പോസ്തോലിക ശുശ്രൂഷയും വരുന്ന കാലാകാലങ്ങളിലുള്ള ഉപദേശിമാരുടെ പണി മാത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അപ്പോസ്തോലന്മാരാണ്. ആമേ, സ്വത്രം പറ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പ്രവാചകന്മാരാണ്. സ്വത്രം, സ്വത്രം പറ. എന്റെ കുട്ടിക്കാലത്ത് ഈ നിരയിരിക്കുന്ന കുഞ്ഞുങ്ങള് ആമേ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു, ഞാൻ ഉൾപ്പെടെ. സഭയുടെ കുറവുകൾ വിളിച്ചു പറയുമായിരുന്നു, ആമേ പ്രവചിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പകൽ പ്രവചിക്കുന്നവര് ഇന്ന് പകലിനകത്ത് എഴുന്നേൽക്കട്ടെ, പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ആ കല്ലിനോട് ചേർത്ത് പണിയട്ടെ.